പ്രാർത്ഥിക്കാനായിട്ട് പുറത്തിറങ്ങി വരുമ്പോൾ കറണ്ട് തിരിച്ചു വരുമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന ആ ടൈമിൽ കറണ്ട് വരുന്നുണ്ടായി. പ്രാർത്ഥന തീർന്ന വർഷം പവർ കട്ടായിരുന്നെങ്കിലും പവർ കട്ട് കറണ്ട് വരുന്നുണ്ടായി. അങ്ങനത്തെ പവറുള്ള മാതാവ് അത്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ സ്വപ്നമെല്ലാം കണ്ട് അടുത്തുള്ള ആൾക്കാരുടെ പിന്നെ ഞങ്ങളുടെ എല്ലാം കുറേ ആൾക്കാരുടെ ഫ്യൂച്ചറെല്ലാം കാട്ടാൻ തുടങ്ങി മാതാവ്. എനിക്കത് ഭയങ്കര അതിശയമുണ്ട്. എന്ത് പറഞ്ഞാൽ ഞാനൊരു നോർമലായിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ മാതാവിൻ്റെ കുറേ കാര്യങ്ങളും എനിക്കറിയില്ല. എന്നാലും മാതാവ് ദയ കാട്ടി കരുണ കാട്ടി ഞങ്ങൾക്ക് എൻ്റെ 6 നിയോഗങ്ങളും മാതാവ് നടത്തിന്. അച്ഛന് തീരെ സുഖമില്ലായിരുന്നു. ഫസ്റ്റ് നിയോഗം അതായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ അച്ഛന് തീരെ സുഖമില്ലാണ്ട് കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാലുവേദനയും കാലിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റി തന്നു മാതാവ്. അതിൻ്റെ കൂടെ തന്നെ പണിക്കാരൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി, പണിക്കാരനും ഉണ്ടായിരുന്നില്ല. അതും നിയോഗം വെച്ച് 2ാമത്തെ നിയോഗം അതും പൂർത്തിയാക്കി. എനിക്ക് തോന്നിയിരുന്നു ഉടമ്പടി കംപ്ലീറ്റ് ആവാൻ കഷ്ടമാവും തോന്നിയതിനെ കൊണ്ട് ഞാൻ ഉടമ്പടി കംപ്ലീറ്റ് ആവണം പറഞ്ഞിട്ട് നിയോഗം വെച്ച് അതും കംപ്ലീറ്റ് ആക്കി തന്നു മാതാവ്. പഠിപ്പിൻ്റെ കാര്യം വെച്ചിരുന്നു, അതും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് മാതാവ്. അങ്ങനെ എൻ്റെ 6 നിയോഗങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് മാതാവ്. ഒരു ദിവസം ഇങ്ങനെ ഉടമ്പടി തീരാനായിട്ട് ലാസ്റ്റ് ദിവസം ഉണ്ടാവുന്ന ടൈമിൽ അന്ന് രാത്രി 3 മണിക്ക് ഞാൻ അതേ സെയിം പിശാചിനെ മാതാവ് നിർമൂലനാക്കണ ആ ശബ്ദം കേട്ടു. ഞാൻ മാത്രം കേട്ട് എനിക്ക് തോന്നലാന്ന് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് അച്ഛനും അമ്മയും എല്ലാവരും എനിക്ക് ഇങ്ങനത്തെ ശബ്ദം കേൾക്കണം. അവരും കണ്ടു, അവരും കേട്ടു. അന്ന് എനിക്ക് കൺഫേം ആയി മാതാവിൻ്റെ ശക്തി എന്താ. നിങ്ങൾക്കും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളും മാതാവിനെ, കൃപാസന മാതാവിനെ നിങ്ങൾ ഒരിക്കൽ വിശ്വസിക്കാൻ ട്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ മതി. മാതാവ് നിങ്ങളുടെ കൈ പിടിക്കും, ഒരിക്കലും നിങ്ങളുടെ കൈ വിടില്ല. നിങ്ങളുടെ ജാതി, ധർമ്മം, മതം ഒന്നും മാതാവ് നോക്കുന്നില്ല. മാതാവ് സ്നേഹം, നിങ്ങളുടെ ഉള്ളിലത്തെ മാതാവിൻ്റെ ഉള്ളിലുള്ള സ്നേഹം മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പം നിങ്ങളെ മാതാവ് സഹായിക്കട്ടെ. നാനാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് മാതാവ്. എൻ്റെ അമ്മയ്ക്ക് ഉള്ള അസുഖങ്ങളും അപ്പൻഡിക്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൻഡിക്സേ ഇല്ലല്ലേ മേഡം, നിങ്ങൾ ക്യൂർ ആയിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞു. അന്ന് തൊട്ടിന്ന് ഡോക്ടറിനും കൂടി വിശ്വാസമായി മാതാവിൻ്റെ പവർ എന്താന്ന്. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നു. തിരുകുമാരനും കൃപാസന മാതാവിനും കോടി നന്ദി പറയാൻ ഇഷ്ടപ്പെടുന്നു. ഇതേപോലെ അമ്മയുടെ സഹായം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ. എൻ്റെ പേര് ഷൈനി എന്നാണ്. ഞാൻ ഇവളുടെ അമ്മയാണ്. എനിക്ക് അമ്മയെ പറ്റി പറയാൻ ഒരു കാര്യങ്ങളല്ല, 1000 ലക്ഷം കോടി കാര്യങ്ങളാണ്, അനുഭവങ്ങളാണ് പറയാനുള്ളത്. അതിൽ ഞാൻ ഏത് പറയും, ഏത് പറയാതിരിക്കും. കാരണം എൻ്റെ കോടി ആവശ്യങ്ങൾ നടത്തി തന്ന ഈ മാതാവിനെ കുറിച്ച് എനിക്ക് പറയാൻ ഇതൊരു നാക്ക് പോരാ, ഇതൊരു ജന്മം പോരാ. അമ്മേ മാതാവേ, എന്നെ ഇന്ന് തിരുസന്നിധിയിൽ എത്തിച്ചതിന് പിതാവായ യഹോവയ്ക്കും അമ്മ മാതാവിനും തിരുകുമാരനും ലക്ഷമല്ല കോടി നന്ദി അമ്മേ. അമ്മയില്ലായിരുന്നെങ്കിൽ, അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ മരിച്ച് അസ്ഥി കൂടെ മാത്രം മണ്ണിൽ കണ്ടേനെ. എൻ്റെ അസ്ഥി മാന്തി എടുക്കണൊരവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നു. ആ വിചാരവും ഉപദ്രവവും പൈശാചിക ശക്തികളുടെ ഉപദ്രവം കൊണ്ട് ഞങ്ങൾ കഴിക്കുന്ന ചോറ് പോലും പുഴുക്കളായി മാറുന്ന അവസ്ഥയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞ ആളുകളെല്ലാം മുദ്രകുത്തും. ഇവള് മാനസിക, എൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ വീട്ടുകാർ പോലും പറഞ്ഞു അവളുടെ മാനസിക നില തെറ്റിയിരിക്കുന്നു, അവൾ പ്രാന്തിയായി കഴിഞ്ഞു എന്ന്. പക്ഷെ അവർ വന്ന് ഡയറക്റ്റ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി അയ്യോ അവൾ പ്രാന്തല്ല പറയണത്, ഇത് സത്യമാണ് ഈ കുട്ടി പറയണത്. ഇത് എന്താ ഒരു ദുരാനുഭവം, ഇങ്ങനൊരു ദുരാനുഭവം. നോക്കണോടത്തൊക്കെ പുഴുക്കളാണ്, എഴഞ്ഞെഴഞ്ഞ് നടക്കുന്ന പുഴുക്കൾ, ജീവനുള്ള പലതരം കളറിലുള്ള പുഴുക്കൾ. ഒടുവിൽ ഞാൻ മരിച്ചേക്കാന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഒരു പിടി ചോറുണ്ണാൻ പറ്റുന്നില്ല, അറപ്പ് കാരണം എനിക്ക് അന്നം ഇറങ്ങണില്ല. ഞാൻ കഴിക്കുന്ന ചോറ് പോലും, ഒരു പിടി അന്നം വിശന്നെടുത്ത് അതുപോലും പുഴുവായി മാറുന്ന അവസ്ഥ. ഇത് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. എല്ലാം ഇവള് വെറുതെ പൊള്ളയായ വാക്കാണ്, നുണയാണ്, അല്ലെങ്കിൽ അവളുടെ മാനസിക നില തെറ്റിയിരിക്കുന്നു, അതേ പറയുള്ളൂ. പക്ഷേ സാക്ഷികളുണ്ട്. അവരിന്ന് കൃപാസനത്തിൽ വന്നിരുന്നെങ്കിൽ ഈ ഡയറക്റ്റ് കണ്ട ആളുകൾ പോലും പറഞ്ഞേനെ ഈ കുട്ടി പറയുന്നത് സത്യമാണെന്ന്. അങ്ങനെ ജീവനെ തിരിച്ചു തന്ന അമ്മയാണ്. ഇങ്ങനെയുള്ളൊരമ്മ എവിടെ നമുക്ക് കാണാൻ കിട്ടില്ല. ദൈവമാകാനും അർഹത വേണം. കാണുന്നതെല്ലാം ദൈവങ്ങളല്ല, മരവും കല്ലും ചെടിയും ഇതൊന്നും ദൈവങ്ങളല്ല എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ദൈവമാകാനും ആ സീറ്റിൽ ദൈവമായി ഇരിക്കാനും അർഹത വേണം. ആ അർഹതയുള്ള ദൈവമാണ് എൻ്റെ ഈ ദൈവമാതാവ് എന്ന് പറയാൻ എനിക്ക് അതീവമായിട്ടുള്ള അഭിമാനമുണ്ട്.